ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമൂടി ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 പേരുടേതാണ്. 4-ൽ 3 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനും ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ കേൾസ് ഉള്ള ഹെയറാണ്. അപ്പം നല്ല ഡ്രൈനസ്സും ഉള്ള ഹെയറാണ്. നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നേരത്തെ നമ്മുടെ അടുത്ത് ഒന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീൻ ചെയ്താണ്. ഇപ്പം വീണ്ടും അത് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീനാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നു, ഇപ്പോൾ അത് കേൾസ് ഇല്ലാതാണ് സ്കാൽപ്പിൽ നിന്ന് കിളിർത്തിറങ്ങുന്നത്. അതുകൊണ്ട് ഇനി ആയിട്ട് 1-2 പ്രാവശ്യം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും കുട്ടിക്ക് കിട്ടുന്നത്. മൂന്നാമത്തെ ഹെയറും ലെങ്ത് ഉണ്ട് ഹെയറിന്. അപ്പം നമ്മൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡ്രൈനസ് ഉള്ള ഹെയറാണ്. അത് ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹെയറും അതേപോലെ തന്നെ നല്ല ഡ്രൈനസ്, മൂന്നാമത്തേതല്ല നാലാമത്തെ ഹെയറും അതുപോലെ തന്നെ നല്ല ഡ്രൈനസ് ഉള്ള ഹെയറാണ്. അത് ആ കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 4 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല കേൾസും നല്ല ഡ്രൈനസ് ഉള്ള ഹെയറാണ്. അപ്പോൾ ഇത് കുറച്ച് ഇതിൻ്റെ തീരെ മോശമായിട്ടുള്ള ഹെയർ മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കെരാറ്റീനും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. ഇത് മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്താൽ ഏറ്റവും നല്ലത്. പ്രോട്ടീൻ ചെയ്യുമ്പം പെട്ടെന്ന് ഹെയറിന് ലെങ്ത് വെക്കും. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ പ്രോട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോയിട്ടുള്ള കുഞ്ഞ് ഹെയർ പോലും അത് കിളിർത്ത് വരികയും ചെയ്യും. ഇനി ഇത് 6 മാസം ആകുമ്പോഴത്തേക്ക് റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം. റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റീനും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. ഫേസിനൊക്കെ നല്ല ചേഞ്ചായിരുന്നു. ഇനി ഇത് അഴിച്ചിടുകയോ കെട്ടിവെക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് രണ്ടാമത്തെ ഹെയർ. ഇത് നമ്മുടെ അടുത്ത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമത് റൂട്ട് ടച്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം രണ്ടാമത് വന്നപ്പോഴത്തേക്കും ഒരുപാട് കേൾസ് ഇല്ല. ആദ്യം ചെയ്യുമ്പം കേൾസുള്ള ഹെയർ ആയിരുന്നു. നമ്മൾ ലെങ്ത് ഒരുപാട് കുറച്ചില്ല. ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞ് ലെങ്ത് ഒരുപാട് കുറച്ചിട്ടില്ല. ഇത് മൂന്നാമത്തെ ഹെയർ നല്ല ലെങ്തുള്ള ഹെയറാണ്. അപ്പോൾ ഇതിൻ്റെ തീരെ മോശമായിട്ടുള്ള ഹെയർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് കിട്ടുന്ന ഏരിയ മാത്രമേ എടുത്തത്. കാരണം അത് നല്ല ഡ്രൈനസ് ഉള്ള ഹെയർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു 6 മാസം 1 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് താഴെയുള്ള ഹെയർ തീരെ തിന്നായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഷോർട്ടാക്കിയിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ഷോർട്ടാണെങ്കിൽ നല്ല ഒരു എൻഡിന് നല്ലൊരു കേൾസ് വരും. നല്ല കേൾസ് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അത് കാണാനായിട്ട്. കിളിർത്ത് വരുമ്പോഴും നമുക്ക് പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഒരുപാട് കട്ട് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഇത് അഴിച്ചിട്ടുണ്ട് അടയ്ക്കുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന് മാസത്തിൽ ഓരോ പ്രോട്ടീൻ ചെയ്യണം. പ്രോട്ടീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല ഡ്രൈനസ് ഉള്ള ഹെയർ ആയതുകൊണ്ട് ലിക്വിഡ് പ്രോട്ടീൻ ആയിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. ഇത് ഫേസിനൊക്കെ നല്ല ചേഞ്ചായി. ഇത് മൂന്നാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പോൾ ഇതും കുറച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ഹെയർ മാത്രം എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ തേക്കാം. ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ ആഴ്ച 2 ദിവസമോ എപ്പോൾ എണ്ണ തേച്ചാലും സ്കാൽപ്പിൽ മാത്രം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ. എന്നിട്ട് നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്യണം. നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കളയണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലൊക്കെ അത് ഒട്ടിയിരുന്ന് നമ്മുടെ ഹെയർ ഒരു ഭംഗി അങ്ങ് പോകും ഒട്ടിക്കിടക്കുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് ഓയിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. കണ്ടീഷണർ ഇടണം, ഹെയർ സിറം അപ്ലൈ ചെയ്യണം. അതുപോലെ മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യാം, അല്ലെങ്കിൽ ലിക്വിഡ് പ്രോട്ടീൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ആ ഹെയർ പാക്കുകൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഹെന്ന ചെയ്യരുത്, അത്രയേ ഉള്ളൂ.
എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. സ്കിന്നിൻ്റെ ഹെയറിൻ്റെയും എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.